പെരിന്തൽമണ്ണയിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനം പകരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ക്രൂഷ്യലായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പ്രധാനപ്പെട്ട പല റോഡുകളും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഞാൻ കാണുകയാണ്. എന്നാൽ അതിനിടയിൽ പട്ടാമ്പി റോഡ് എന്ന് അറിയപ്പെടുന്ന പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെ നീളുന്ന റീച്ചിൽ പ്രവർത്തനം ഇനിയും ഇഴഞ്ഞു നീങ്ങുന്നു എന്ന ദുഃഖവും അതിൻ്റെ കൂടെയുണ്ട്. പ്രത്യേകിച്ചും ഞാൻ MLA ആയി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചെമ്മാണിയോട് ബൈപ്പാസ് ആയിരുന്നു. വർഷങ്ങളായി ആളുകൾ വളരെ കഠിനമായി ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് സമ്പൂർണമായും പൂർത്തീകരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നത്, ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്നത് മണലായ പ്രദേശത്തുകാർക്കായിരുന്നു. പ്രത്യേകിച്ചും മുതുകുറിശി മണലായ റോഡ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയിലെ തന്നെ ഒരു നല്ല ബൈപ്പാസായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു റോഡാണ്. ആ കാര്യത്തിലും വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി അതിന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോഡ് വികസന രംഗത്ത് പുത്തൂർ റോഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങൾക്കും സാധിച്ചു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളുടെ സ്ഥിതി വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമായിരുന്നു. അതിൽ 2 വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കാനും, അതിലൊന്ന് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാനും മറ്റൊരു പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസിൻ്റെ പണി ആരംഭിക്കാനും സാധിച്ചു. അത് മാസങ്ങൾക്കുള്ളിൽ തുറന്നു കൊടുക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ സ്കൂളുകളുടെ കെട്ടിടങ്ങളാകട്ടെ, സ്കൂളുകൾക്കുള്ള ബസ്സുകളാകട്ടെ, ഇതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും പ്രവർത്തനങ്ങൾ നടത്താനും സാധിച്ചു. ഇതൊരു ഭാഗത്ത് നമ്മുടെ സാമ്പ്രദായികമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആളുകളുടെ ഹ്യൂമൻ എംപവർമെൻറ്റ് എന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രോജക്റ്റാണ് ക്രിയ എന്ന് പറയുന്ന നോളജ് റിസോഴ്സ് എംപവർമെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന ഒരു പ്രോജക്റ്റ്. മുദ്ര എന്ന ഒരു NGO നിർമ്മിക്കുകയും പെരിന്തൽമണ്ണയിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാലമായൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, അവരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകലാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിൽ മുന്നോട്ട് വരാനും, അതുവഴി ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ LSS മുതൽ NMMS വരെ നീളുന്ന സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് വളരെ വിപുലമായിട്ടുള്ള പിന്തുണ അർപ്പിക്കാനും, അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും, പരിശീലനം വഴി വലിയ തോതിൽ റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചു. ഒരുപക്ഷെ ഞാൻ MLA ആയി വരുന്ന സമയത്ത് പല ഹൈസ്കൂളുകൾക്കും അറിയില്ലാത്ത NMMS എന്ന സ്കോളർഷിപ്പ് പരീക്ഷ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ NMMS സ്കോളർഷിപ്പ് നേടിയ ഒരു നിയോജക മണ്ഡലമായി പെരിന്തൽമണ്ണയെ ഉയർത്താൻ കഴിഞ്ഞു. സാധാരണക്കാരായ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാറ്റമുണ്ടാക്കേണ്ടത് അവരുടെ മക്കൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുമ്പോഴാണ്. അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം, ഞാനിത് പറയുമ്പോൾ പാണക്കാട് സെയ്ദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള IAS അക്കാഡമി കേരളത്തിൽ തന്നെ അതൊരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും LSS മുതൽ IAS വരെ കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെസിഡൻഷ്യലായി അത് നിർമ്മിച്ച് നൽകുന്ന ഒരു സ്ഥാപനം, വളരെ കൃത്യമായും സൗജന്യമായും നൽകുന്ന ഒരു സ്ഥാപനം പെരിന്തൽമണ്ണയിലാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ക്രിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നടന്ന ഒരുപാട് കാര്യം, 64 പേർ ഈ 4 വർഷത്തിനകം വിവിധ സർവീസുകളിലേക്ക് കയറുന്ന സാഹചര്യമുണ്ടായി. അതിലേറ്റവും സന്തോഷകരമായ കാര്യം, കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന LSTD സെക്രട്ടറിമാരുടെ ലിസ്റ്റാണ്. മുനിസിപ്പൽ പഞ്ചായത്ത് സെക്രട്ടറിമാരായി ഒരുപക്ഷെ മാസീവായി ആദ്യത്തെ 200 റാങ്കിൽ മെയിൻ ലിസ്റ്റിലേക്ക് 37 പേർ നിയമനം ലഭിച്ചു. 20 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും, 37 പേരിൽ 11 പേർ ഇതിനകം പോസ്റ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ തോതിലുള്ള ഹ്യൂമൻ എംപവർമെൻ്റ് ആണ് നടക്കുന്നത്.